ശരീരം പൂർണ്ണമായും തകർന്ന 41-കാരൻ ചികിത്സാ സഹായം തേടുന്നു. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ചേർത്തല നഗരസഭ 8-ാം വാർഡിൽ വട്ടക്കാട്ട് വീട്ടിൽ ചന്ദ്രമതി തമ്പി ദമ്പതികളുടെ മകൻ അനൂപാണ് ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. അച്ഛന്റെ മരണശേഷം അമ്മയും അനൂപും മാത്രമായി. അനൂപിന്റെ നിത്യവരുമാനത്തിലായിരുന്നു കുടുംബം മുന്നോട്ടു പോയിരുന്നത്. പൊതുരംഗത്തുൾപ്പെടെ സജീവമായിരുന്നു അനൂപ്. സാമ്പത്തികമൊന്നുമില്ല, സാമ്പത്തികമാണ് ഈ കിടക്കുന്നത്. എന്നാൽ ജീവിതം പെട്ടെന്ന് മാറിമറിഞ്ഞു. ആദ്യം സംസാരശേഷി നഷ്ടപ്പെട്ടു. തുടർന്ന് ഒരു വശം തളരാൻ തുടങ്ങി. ഇപ്പോൾ ശരീരം പൂർണ്ണമായും തളർന്നു. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന അസുഖമാണ് അനൂപിന്. ഒരു ദിവസം ഫിസിയോതെറാപ്പിക്കും മരുന്നുകൾക്കുമായിട്ട് 1000 രൂപക്ക് മുകളിൽ ചിലവ് വരുന്നുണ്ട്. പിന്നെ വേറെ ഒരു ചേച്ചിയുടെ കൂടെ സഹായത്തിന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു തുക കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വിദഗ്ധ ചികിത്സ നടത്തണമെങ്കിൽ പോലും ഭീമമായ തുക ആവശ്യമായി വരും. പ്രദേശത്തെ സുഹൃത്തുക്കൾ ചേർന്ന് നൽകുന്ന തുകയിലാണ് ചികിത്സയും വീട്ടുചെലവും മുന്നോട്ട് പോകുന്നത്. ദൈനംദിന കാര്യങ്ങൾക്കൊന്ന് എഴുന്നേപ്പിച്ചിരുത്തണമെങ്കിൽ തന്നെ വേറൊരാളുടെ സഹായം ആവശ്യമാണ്. ഞങ്ങളെല്ലാവരും മറ്റു ജോലികൾക്കൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ഇവിടെ ഒരാളെ നിർത്തിയാൽ മാത്രമേ അനുവിനെ ഒന്ന് ബാത്റൂമിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ്. കോട്ടയം മെഡിക്കൽ കോളേജ്, തൃപ്പൂണിത്തുറ ആയുർവേദ ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിലാണ് ചികിത്സ. ഫിസിയോതെറാപ്പിക്കും മരുന്നുകൾക്കും മറ്റുമായി 1500 രൂപയ്ക്ക് മുകളിൽ ദിവസവും ചെലവാകും. മറ്റു വരുമാന മാർഗങ്ങളൊന്നും കുടുംബത്തിനില്ല. പ്രായമായ അമ്മയ്ക്ക് അനൂപിനെ ശുചിമുറിയിൽ കൊണ്ടുപോകുന്നതിന് പോലും ബുദ്ധിമുട്ടാണ്. വിദഗ്ധ ചികിത്സയ്ക്ക് വലിയ സാമ്പത്തികം വേണ്ടിവരും. സുമനസ്സുകളുടെ കാരുണ്യം കാത്തിരിക്കുകയാണ് ഈ കുടുംബം. 24 ആലപ്പുഴ.